പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു ടോണറാണ്, ഇതെൻ്റെ ഒരു സീക്രട്ട് ടോണറാണ്, ഞാൻ പറഞ്ഞതില്ലായിരിക്കും. അതിനുശേഷം അതൊന്ന് സെറ്റായതിനു ശേഷമാണ് നമ്മൾ മേക്കപ്പൊക്കെ തുടങ്ങണേക്കാളും മുമ്പ് നമ്മളൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇച്ചിരി ഫൗണ്ടേഷനും ഇച്ചിരി കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എൻ്റെ ഒരു സീക്രട്ട് ടോണർ ഉണ്ടല്ലോ, പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞത്, അതും കൂടി ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യണതൊക്കെ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കൺസീലറും ഫൗണ്ടേഷനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഐബ്രോസ് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. കുറേ ഡാർക്കാക്കിയിട്ടൊന്നും വരയ്ക്കണില്ല, സിമ്പിളായിട്ട്. അതിന് ശേഷം നമുക്ക് മസ്കാര വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുകയാണ്. ഹിമാലയയുടെ ഒരു കാജൽ വെച്ചിട്ടാണ് കണ്ണ് എഴുതുന്നത്. അത് ഇച്ചിരി കൂട്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, ഡാർക്കായിട്ട് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. രണ്ട് കണ്ണിലും ഒരേപോലെ എഴുതി കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ടൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണേ, കാക്കയുടെ സൗണ്ട്. അങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുത്തു. കണ്ണ് എഴുതി കൊടുത്തതിന് ശേഷം കണ്ണ് നല്ല എരിച്ചിൽ പോലെ വന്നു. ആയിക്കോട്ടെ, ക്യാമറ വയ്ക്കാനൊക്കെ ഉള്ളവരെ കഷ്ടപ്പാടേ. അതിനുശേഷം നമ്മൾ കണ്ണ് മുകളിൽ എഴുതി കൊടുക്കേണ്ട ഐലൈനർ വെച്ചിട്ട്. ഈ ഐലൈനർ ഇച്ചിരി ഒരു യെല്ലോ ടിൻ്റുള്ള പോലത്തെ ഒരു ഐലൈനറാണ്. അതിനുശേഷം മസ്കാര വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്ത് മുകളിലൊക്കെ ആയിട്ട് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് നിന്നിട്ടോ ലിപ്പ് ലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് താഴത്തും മുകളിലും. അത് ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തോ ഇഷ്ടപ്പെടാതെ വന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, വേറൊരു തരം ലിപ്പ് ലൈനറല്ല, ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്നത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെറിയൊരു പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ, ഒരു കറുത്ത പൊട്ട്. ഇനിയാണ് വലിയൊരു ടാസ്ക്. അത് ഇച്ചിരി വലുതായി, അപ്പം ഞാൻ ചെറുതാക്കി കൊടുത്തു. അതിനുശേഷം കമ്മലിട്ട് കൊടുത്തു, കുഞ്ഞൊരു ജിമിക്ക്. ഇനിയാണ് വലിയ ടാസ്ക്, മുടി കെട്ടുന്നത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കി, സെറ്റായില്ല. ലാസ്റ്റത്തൊരു അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് രണ്ട് സൈഡിൽ നിന്ന് കുറേശ്ശെ എടുത്ത് അതൊന്ന് സെറ്റാക്കി വെച്ചു. വലിയ മുടിക്കെട്ടാനൊന്നും പോയില്ല, ഇപ്പം എത്ര ഉള്ളൂ മുടിക്കെട്ടൊക്കെ. അതിനുശേഷം ഇത് വെറുതെ ഷോ. അതിനുശേഷം സാരി നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്, എത്ര ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായി പറയണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനാണ് എനിക്കിഷ്ടം. ഇനി കുറച്ച് സ്ലോ മോഷനിൽ വീഡിയോസ് എടുക്കും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.